നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദയ വരുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. അതെന്താ ചോദിക്കാനാ ശബരി? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദയ അവിടെ വന്ന് ശബരിയുടെ അച്ഛനോട് ക്ഷമ ചോദിക്കാതെ എങ്ങനെയാ? ഞങ്ങളും കൂടി അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ? അതെ, അവിടെ പോയി ശബരിയുടെ അച്ഛനെ കണ്ട ശേഷം നമുക്ക് ഒരുമിച്ച് പഞ്ചരത്നത്തിലേക്ക് പോവാം. രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ അണ്ണന് സമാധാനവും. അതെ, എനിക്ക് എത്രയും വേഗം എന്റെ മോന്റെ അടുത്ത് പോണം. വേറെ എങ്ങോട്ടേക്ക് ഞാനില്ല. അതെ, രഘുവേട്ടനെ വേഗം വീട്ടിലെത്തിക്ക്. എനിക്കും പെട്ടെന്ന് വീട്ടിൽ പോകണം. ചെന്നിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ദയ എവിടെ? അവളവര് ഇതുവരെ വിട്ടില്ലേ? സ്റ്റേഷനിൽ നിന്ന് വിട്ടു. ദയ രഘുവേട്ടന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി. അതെന്തിനാ? നീ അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല ചാ. അവളുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. രഘുവേട്ടനും ദാസങ്ങളും ചോദിച്ചപ്പോ ദയക്ക് അവളുടെ മകന്റെ അടുത്തേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു. എങ്കിൽ നിനക്ക് കൂടി അവരോടൊപ്പം അവിടെ വരെ പോകാമായിരുന്നില്ലേ ശബരി? മാഷിന് നീ വാക്കുകൊടുത്തതല്ലേ അവളെ ഇറക്കിക്കൊണ്ട് വരുന്നത്? അത് ചെയ്തല്ലോ അച്ഛാ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങോട്ട് വരാൻ ദയക്ക് താല്പര്യമില്ല. എന്നോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും അവൾ തയ്യാറായില്ല. പിന്നെ ഞാനെന്തിനാച്ചാ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്? അച്ഛനിവിടെ എന്തെടുക്കുക? ഒന്നുമില്ല മോളെ, ചുമ്മാ. എന്താ അച്ഛ ഇതൊക്കെ? കുറച്ച് ദിവസമായിട്ട് അച്ഛൻ പുറത്തു പോയിട്ട് വരുന്നത് മദ്യപിച്ചുകൊണ്ടാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇപ്പൊ വീട്ടിൽ വെച്ചും തുടങ്ങിയോ? മനസ്സിന്റെ വിഷമം കൊണ്ടല്ലേ മോളെ, അല്ലാതെ അച്ഛൻ ഇങ്ങനെ കഴിക്കാറില്ല എന്ന് മോക്കറിയാലോ. ഇപ്പൊ അച്ഛനെന്താ വിഷമം?
സത്യേട്ടൻ ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം എന്നെ എങ്ങനെ അറിയിക്കും എന്നതായിരുന്നില്ലേ അച്ഛന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വിഷമം. ഞാനത് അറിയേം എനിക്കതിൽ ഒരു വിഷമവും ഇല്ലെന്ന് അച്ഛനോട് ഞാൻ പറയുകയും ചെയ്തതല്ലേ. എനിക്കില്ലാത്ത വിഷമം എന്തിനാ അച്ഛൻ അക്കാര്യത്തില്? അത് മോക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അച്ഛന്റെ വേദന അത് അനുഭവിക്കുമ്പോഴേ അറിയൂ. എന്ന് വെച്ചാ എന്റെ കാര്യത്തിലും പ്രശോഭേട്ടന്റെ കാര്യത്തിലും അച്ഛൻ ഇനി യാതൊരു പ്രതീക്ഷയില്ലെന്നാണോ? ഏട്ടൻ വിദേശത്ത് പോയി ജോലിയൊന്നും ശരിയാകാത്തതിന്റെ പേരില് ആ സ്വപ്നം പൊലിഞ്ഞു. എന്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് മകളെ കുറിച്ചുണ്ടായിരുന്ന സ്വപ്നവും പൊലിഞ്ഞു. അങ്ങനെയാണോ അച്ഛാ? അച്ഛൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മോളെ. എന്റെ മക്കൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിതമുള്ളതാ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ അച്ഛാ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? പിന്നെ മക്കൾ രക്ഷപ്പെടുന്നത് വരെ കാത്തിരിക്കാൻ അച്ഛന് ക്ഷമയില്ലാത്തോണ്ടാണോ? അങ്ങനെയൊന്നുമല്ല മോളെ. അച്ഛന്റെ സുവർണകാലമൊക്കെ കഴിഞ്ഞു. കോടികളുടെ സമ്പാദ്യം ഉണ്ടായിരുന്നിട്ടും ഇപ്പൊ കാൽ കാശിന് ഗതിയില്ലാത്തവനായിട്ട് ഞാൻ മാറി. ഇനി മറ്റൊരു നല്ല അവസരം എനിക്കായിട്ടുണ്ടാവും തോന്നില്ല മോളെ. പക്ഷേ അച്ഛന്റെ മക്കൾക്ക് ഇനിയാണ് അവസരങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. സ്വയം പരാജയപ്പെട്ടവര് മക്കളിലൂടെ ജയിച്ചു കാണിച്ച എത്രയോ സംഭവങ്ങൾ ഇല്ലേ അച്ഛാ? അച്ഛൻ അച്ഛന്റെ മകനെയും മകളെയും ഒന്ന് വിശ്വസിക്കേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, നിങ്ങൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ നിങ്ങളിൽ പ്രതീക്ഷയില്ലാഞ്ഞിട്ടോ അല്ല. അച്ഛന് അതൊരു ആയുസ് ഉണ്ടാവും എന്നുള്ളതാ. ഞാൻ ജീവിച്ചിരിക്കേ നിന്റെ കല്യാണം നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാത്തതിന്റെ വിഷമം മാത്രമേ അച്ഛനിപ്പോ ഉള്ളൂ. അത് പെൺകുട്ടികളുടെ ജീവിതം കല്യാണം കഴിയുന്നതോടെ പൂർണ്ണമായെന്ന് തോന്നുന്നുണ്ടാ. ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ ഇങ്ങനെ മദ്യത്തിന് അഡിക്റ്റായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ഞാനൊരു ജോലി അന്വേഷിക്കുന്നുണ്ട്. അതിവിടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കണമെന്നാ ഇപ്പൊ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത്. എന്നാൽ അച്ഛൻ ഇത് തന്നെ തുടരുകയാണെങ്കിൽ ഞാൻ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും ജോലിക്ക് പോകുന്നത്. അച്ഛനും അമ്മയ്ക്കും ജീവിക്കാനുള്ള പൈസ ഞാൻ അയച്ചു തരും. പക്ഷെ നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല അച്ഛാ.